പാശ്ചാത്യ ലോകത്ത് പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി കുടിയേറ്റം എന്നത് കേവലം സാമ്പത്തികമോ ജനസംഖ്യാപരമോ ആയ ഒരു വിഷയം മാത്രമല്ല. അത് ആ രാജ്യങ്ങളുടെ സാംസ്കാരിക സ്വത്വത്തെയും ജനാധിപത്യ മൂല്യങ്ങളെയും ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ലണ്ടനിലെ വൈറ്റ് ചാപ്പലിൽ ഈയിടെ നടന്ന സംഭവങ്ങൾ ആഗോള ശ്രദ്ധയെ ആകർഷിക്കുന്നത്. ലണ്ടനിലെ ഒരു തെരുവിൽ ബൈബിൾ വായന നടത്തിയ സുവിശേഷ പ്രസംഗകനെ ഒരു വിഭാഗം ആളുകൾ തടഞ്ഞതും അതിലൊരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഇടപെട്ടതും കേവലം ഒരു ക്രമസമാധാന പ്രശ്നമല്ല, മറിച്ച് വലിയൊരു സാമൂഹിക പ്രതിസന്ധിയുടെ അടയാളമാണ്. പടിഞ്ഞാറൻ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നായ ഈസ്റ്റ് ലണ്ടൻ മോസ്കിന് സമീപമുള്ള വൈറ്റ് ചാപ്പൽ തെരുവിൽ ഒരു തിങ്കളാഴ്ചയാണ് ഈ സംഭവം നടന്നത്. ഒരു സുവിശേഷ പ്രസംഗകൻ മൈക്രോഫോണിലൂടെ ബൈബിൾ വാക്യങ്ങൾ ഉറക്കെ വായിക്കുകയും ക്രിസ്തുമതത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിനിടയിൽ അവിടെ എത്തിയ ഒരു വിഭാഗം ജനങ്ങൾ അദ്ദേഹത്തെ തടഞ്ഞു. ഇത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണെന്നും ഇവിടെ ഇത്തരത്തിലുള്ള സുവിശേഷ പ്രസംഗങ്ങൾ അനുവദിക്കില്ലെന്നുമായിരുന്നു അവരുടെ നിലപാട്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ദൃശ്യങ്ങളിൽ പ്രസംഗകനെതിരെ ചിലർ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നത് കാണാം. നിങ്ങളുടെ ദൈവം ഒരു യഹൂദനല്ലേ എന്ന് ആക്ഷേപിക്കുന്നവരും മുഹമ്മദ് നബിയെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ലെന്ന് വാദിക്കുന്നവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഒരു പ്രത്യേക മതവിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് മറ്റ് മതവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണെന്ന ധാരണയാണ് അവിടെ എത്തിയ ജനക്കൂട്ടം പ്രകടിപ്പിച്ചത്. തർക്കം രൂക്ഷമായതോടെ സ്ഥലത്തെത്തിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ കാണിച്ച മനസാന്നിധ്യവും നിയമബോധവുമാണ് വലിയൊരു സംഘർഷം ഒഴിവാക്കിയത്. പ്രസംഗകനെ തടയാൻ വന്നവരോട് അവർ കൃത്യമായ നിയമവശങ്ങൾ വിശദീകരിച്ച് നൽകി. ഇത് യുണൈറ്റഡ് കിങ്ഡമാണ്. ഇവിടെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അവകാശവുമുണ്ട്. നിങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ശ്രദ്ധിക്കാതെ നടന്നു പോയിക്കൊള്ളൂ എന്ന അവരുടെ വാക്കുകൾ ബ്രിട്ടീഷ് നിയമവ്യവസ്ഥയുടെ അടിത്തറയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. ഈ ഘട്ടത്തിലാണ് കറുത്ത മാസ്ക് ധരിച്ച ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥയെ സമീപിക്കുന്നത്. ഇത് വൈറ്റ് ചാപ്പലാണ്, ഇവിടെ മുസ്ലിങ്ങളാണ് കൂടുതലെന്ന് അയാൾ ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇതിന് ഉദ്യോഗസ്ഥൻ നൽകിയ മറുപടിയും ശ്രദ്ധേയമാണ്. ഒരു പ്രദേശം ഏതെങ്കിലും മതത്തിന്റെയോ വംശത്തിന്റെയോ പേരിൽ മാത്രം അറിയപ്പെടാനാവില്ലെന്നും രാജ്യത്തെ പൊതു നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും അവർ വ്യക്തമാക്കി. മതപരമായ വികാരങ്ങളെക്കാൾ രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങൾക്കും നിയമത്തിനും അവർ നൽകിയ മുൻഗണന ലോകമെമ്പാടുമുള്ള ആളുകളുടെ അഭിനന്ദനം ഏറ്റുവാങ്ങി. പാശ്ചാത്യ രാജ്യങ്ങളിൽ കുടിയേറ്റ വിരുദ്ധത ശക്തിപ്പെടുമ്പോൾ അതിനെ പലപ്പോഴും ഇസ്ലാമോഫോബിയ എന്നോ വംശീയത എന്നോ വിളിച്ചാണ് ഇടതുപക്ഷ ഉദാരവാദി പക്ഷം നേരിടാറുള്ളത്. കുടിയേറ്റക്കാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങളും പരിഗണനകളും കുറയുമ്പോൾ അവർ ഇരവാദം മുഴക്കി ലോകശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നു. എന്നാൽ വൈറ്റ് ചാപ്പൽ സംഭവത്തോടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ തദ്ദേശീയരായ ജനങ്ങൾ ചിന്തിക്കുന്നത് മറ്റൊന്നാണ്. തങ്ങളുടെ രാജ്യത്തേക്ക് അഭയം തേടി വന്നവർ പതുക്കെ പതുക്കെ അവിടുത്തെ നിയമങ്ങളെക്കാൾ ഉപരിയായി സ്വന്തം മതനിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് പാശ്ചാത്യർ നേരിടുന്ന പ്രധാന ഭയം. വൈറ്റ് ചാപ്പലിലെ ജനസംഖ്യയുടെ 52.2% മുസ്ലിങ്ങളാണെന്ന സെൻസസ് കണക്ക് ചൂണ്ടിക്കാട്ടി അത് തങ്ങളുടെ മാത്രം പ്രദേശമാണെന്ന് അവകാശപ്പെടുന്നത് ഒരു സ്വതന്ത്ര രാജ്യത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. യൂറോപ്പിലെ പല നഗരങ്ങളിലും നോഗോ സോണുകൾ രൂപപ്പെടുന്നതിനെക്കുറിച്ച് ഭൗമരാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു പ്രത്യേക മതവിഭാഗം മാത്രം താമസിക്കുന്ന പ്രദേശങ്ങളിൽ പോലീസിന് പോലും പ്രവേശനം നിഷേധിക്കപ്പെടുകയും അവിടെ രാജ്യത്തെ നിയമത്തെക്കാൾ പ്രാദേശിക മതനേതൃത്വത്തിന് വാക്കുകൾ വിലപ്പോവുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. വൈറ്റ് ചാപ്പലിലെ പ്രസംഗകനെ തടഞ്ഞവർ പ്രകടിപ്പിച്ചത് ഇതേ മനോഭാവമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് പാശ്ചാത്യ ജനാധിപത്യത്തിന്റെ നട്ടെല്ലാണ്. മറ്റൊരാളുടെ വിശ്വാസത്തെയോ ആശയത്തെയോ കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാം എന്നല്ലാതെ അയാളുടെ വായ മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. മുഹമ്മദ് നബിയെക്കുറിച്ച് സംസാരിക്കരുതെന്ന് പ്രസംഗകനോട് ആജ്ഞാപിക്കുമ്പോൾ തങ്ങൾ താമസിക്കുന്ന രാജ്യത്തെ പൗരസ്വാതന്ത്ര്യത്തെ അവർ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പാശ്ചാത്യ ജനത കുടിയേറ്റക്കാരോട് പഴയതുപോലെ സഹിഷ്ണുത കാണിക്കാത്തതെന്ന ചോദ്യത്തിന് വൈറ്റ് ചാപ്പൽ സംഭവം ഉത്തരം നൽകുന്നുണ്ട്. കുടിയേറ്റക്കാർ പുതിയ രാജ്യത്തെ നിയമങ്ങൾ അംഗീകരിക്കുന്നതിന് പകരം ആ രാജ്യത്തെ തങ്ങളുടെ വിശ്വാസത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നുവെന്ന തോന്നൽ, പൊതുസ്ഥലത്ത് പോലും മറ്റു മതവിശ്വാസങ്ങൾ പ്രകടിപ്പിക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ഇടപെടലുകൾ, തങ്ങളുടെ തെരുവുകളിൽ തങ്ങൾക്ക് തന്നെ ഭയമില്ലാതെ നടക്കാൻ കഴിയുന്നില്ല എന്ന പ്രാദേശിക ജനതയുടെ പരാതി. വൈറ്റ് ചാപ്പലിലെ പോലീസ് ഉദ്യോഗസ്ഥ ഇന്ന് പാശ്ചാത്യ ലോകത്തൊരു വീരനായികയായി വാഴ്ത്തപ്പെടുന്നത് വെറുതെയല്ല. വൈകാരികമായ ആളുകൾ പ്രതികരിച്ചപ്പോൾ അവർ നിയമത്തിന്റെ തണുത്ത ഭാഷയിൽ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിച്ചു. മതവും രാഷ്ട്രീയവും കലർന്ന ലോകം പലതായി വിഭജിക്കപ്പെടുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമായ ഒരു നിയമവ്യവസ്ഥ ഉണ്ടാവുക എന്നത് ഏതൊരു രാജ്യത്തിന്റെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണെന്ന് കരുതി അവിടെ ബൈബിൾ വായിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നാളെ ഒരു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് ഖുറാൻ പാടില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. ഇത്തരം പ്രവണതകൾ വളർന്നാൽ അത് ലോകത്തെ അരാജകത്വത്തിലേക്ക് നയിക്കും. പാശ്ചാത്യ രാജ്യങ്ങൾ കുടിയേറ്റ നയങ്ങളിൽ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് മനുഷ്യത്വമില്ലായ്മ കൊണ്ടല്ല, മറിച്ച് സ്വന്തം രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങളെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കാനാണെന്ന് വൈറ്റ് ചാപ്പൽ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നു.